സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 145 15 തിരുവചനം. എല്ലാവരുടെയും കണ്ണ് അങ്ങയെ നോക്കി കാത്തിരിക്കുന്നു, അങ്ങ് തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 145 സങ്കീർത്തനം 15 തിരുവചനത്തിൽ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നാം കാണുന്നത്. ആ ദൈവപ്രവൃത്തി സകല ജഡത്തിനും തക്ക സമയത്ത് ഭക്ഷണം നൽകുന്ന ദൈവപ്രവൃത്തിയാണ്. ഈ ഭൂമിയിൽ ഏകദേശ കണക്കനുസരിച്ച് 800 കോടിയിൽ പരം മനുഷ്യരുണ്ട്. എണ്ണിക്കൂടാത്ത ജീവചരാചരങ്ങളുണ്ട്. അവയ്ക്കൊക്കെ ആവശ്യമായിരിക്കുന്ന ആഹാരം. ഇത് എങ്ങനെയാണ് എല്ലാ പേർക്കും ലഭിക്കുന്നത്? ഇവിടെ ഒരു ദൈവപ്രവൃത്തി അത്ഭുതകരമായി നടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവചരാചരങ്ങൾക്കും തക്ക സമയത്ത് ഭക്ഷണം മാത്രമല്ല, ജീവനും ശ്വാസവും സകലവും നൽകുവാൻ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തക്ക സമയത്ത് എല്ലാവർക്കും ലഭിക്കുന്നത്. 145 സങ്കീർത്തനം 14 തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വീഴുന്നവരെ താങ്ങുന്ന ദൈവകരമാണ്. വീഴുന്നവരെ താങ്ങുന്ന ദൈവകരം. ദൈവം വീഴുന്നവരൊക്കെയും താങ്ങുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് എഴുതിയിരിക്കുന്നത് കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും ദൈവം നിവർത്തുന്നു. പുതിയ നിയമത്തിൽ, സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമത്തിൽ ഒരു കൂനിയായ സ്ത്രീയെ കാണുന്നുണ്ട്. ദീർഘവർഷങ്ങൾ ഒന്ന് നിവരുവാൻ പോലും നിവൃത്തിയില്ലാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ. അവൾ ഒരു മൃഗത്തെ പോലെ കുനിഞ്ഞ് നടന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സഹോദരിയെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയപ്പോൾ അവൾ നിവർന്ന് നടന്നതായി നാം കാണുന്നു. കുനിഞ്ഞ് ഇരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം. യോസേഫ് ചില വർഷങ്ങൾ കുനിഞ്ഞു നടക്കേണ്ടി വന്നു. അത് അവൻ ജയിലിൽ, തടവറയിലൊക്കെ കഴിയേണ്ടി വന്നു. സഹോദരന്മാരുടെ ഇടയിൽ അവൻ വളരെ അനാദരവോടെ ഇരിക്കേണ്ടി വന്നു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ചിലരെങ്കിലും ഇപ്പോഴും സഹോദരങ്ങളുടെയും സമശിഷ്ടങ്ങളുടെയും മുമ്പിൽ കുനിഞ്ഞിരിക്കേണ്ടി വരുന്നുണ്ട്. അഥവാ താഴ്ചയുടെ അനുഭവത്തിലിരിക്കേണ്ട അവസ്ഥ ചിലർക്കുണ്ട്. ഇവിടെ നമുക്ക് നൽകുന്ന ഒരു ഉപദേശം ദൈവത്തെ കാത്തിരിക്കുവാനാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവരെ ദൈവം ഉയർത്തുവാനിടയാകും. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന, വീഴുന്നവരെ താങ്ങുന്ന, തത്സമയത്ത് എല്ലാവർക്കും, എല്ലാ ജീവചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുന്ന ദൈവം ജീവിക്കുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്നാണ് സങ്കീർത്തനം 48:14 പറയുന്നത്. ഇന്ന് പൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന കുഞ്ഞു പൈതലെ, സഹോദര, സഹോദരി, നിങ്ങളിന്ന് ഏതുതരം കഷ്ടതയിലൂടെ കടന്നു പോകുന്നു? എന്തെല്ലാം ചോദ്യചിഹ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു? എന്താണ് ഇതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുവാൻ കാരണം, പരിഹാരം? നാം വായിച്ചു കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെ കാത്തിരിക്കുന്ന അനുഭവം. ദൈവത്തെ കാത്തിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ നന്മകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ആരും കൊതിക്കും നിന്റെ സ്നേഹം,
അമ്മയെപ്പോലോമനിക്കും സ്നേഹം, ആരും കൊതിക്കും നിന്റെ സ്നേഹം. അമ്മയെപ്പോലോമനിക്കും സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം, ആരും കൊതിക്കും നിന്റെ സ്നേഹം. അമ്മയെപ്പോലോമനിക്കും സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.